നമ്മുടെ വൈ ബാക്കി ഫില്ലേ വൈ ഡാഷ് വൈക നോ വൈദ്യുതി വൈദ്യുതി കുട്ടിയാണ് വൈദ്യുതി കുട്ടിയാണ് അത് അമ്കുട്ടി എന്ന് പറയണ്ടേ? അതെ അമ്മുക്കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. കൊണ്ടൊക്കെ വന്നാണോ രണ്ടുപേരൊക്കെ? ആ എന്താ പരിപാടി? എന്താ ചേട്ടാ? ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനക്കറിയില്ല. ഇല്ല. എന്താ? ഇവള് പാടുന്ന എല്ലാ പാട്ടിനും മിക്കവാറും എല്ലാ പാട്ടിനും ഞാൻ കേറി ഇരുന്നിട്ടുണ്ട് പാടുന്നേ. എവിടെ കയറി? കാണാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ശരിക്കും വന്നിട്ടുണ്ട്. ഞാനും ജഗത്തേട്ടന്റെ പാട്ട് കാണാൻ വരാറുണ്ട്. സംസാരിക്കുമല്ലേ ഇങ്ങനെയൊക്കെ? എന്ത് പറ്റിയത്? എന്നിട്ട് എനക്ക് ഈ ടോപ്പ് സിംഗറിൽ സെലക്ഷൻ കിട്ടുന്ന ഒരു സ്വന്തമായിട്ടൊരു ചേട്ടനുണ്ടായേ. അപ്പൊ ടോപ്പ് സിംഗറിൽ സെലക്ഷൻ കിട്ടി. പിന്നെ എനക്കൊരു കുഞ്ഞ് അനിയത്തിയും കൂടി. അതാണ് ദ്യുതിക്കുട്ടി. പിന്നെ ഇവളധികം ആരോടും മിണ്ടും ചിരിക്കൊന്നും ചെയ്യില്ല. പക്ഷെ എന്റെ ഒപ്പം നമ്മ ഒരുമിച്ച് പാട്ട് പാടും, ഡാൻസ് കളിക്കും, എന്തെല്ലാം ചെയ്യുന്നമ്മ. ചേട്ടനെ അനിയത്തിയും കിട്ടി. അതെ അതെ. എന്താ അനിയത്തി കുട്ടിനെ കുറിച്ച് എന്താ പറയാനില്ല ചേട്ടന്? എനക്ക് ഇവള് എല്ലാരും എന്നോട് മിണ്ടുന്ന പോലെയല്ല. ഇവള് എനക്ക് ലേശം സ്നേഹം കൂടുതലാണ്. എന്റെ ഒപ്പം കളിക്കാനും അങ്ങനെയെല്ലാം കൂടുതൽ എന്റെ ഒപ്പം കളിക്കുന്നത് ഇവളാണ്. ദ്വിതിക്കുട്ടിക്ക് ഒരു നല്ല ചേട്ടനാണോ? മാറ്റിയാലോ? ഇവനെ മാറ്റി വേറൊരു ചേട്ടനെ വാങ്ങിയാലോ? എങ്ങനെയുണ്ട് ഈ ചേട്ടൻ? എങ്ങനെയുണ്ട് ദ്യുതിക്കുട്ടി? നല്ലത്. നല്ല ചേട്ടനാണ്. ദ്യുതിക്കുട്ടി നോക്കി തീർന്നില്ല. ഇതിന്റെ പുതിയ ഡെക്കറേഷനും മഞ്ഞൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുക. ദ്യുതിക്കുട്ടിയുടെ ആൻസറുകൾ എന്തൊക്കെയാണ്? ഉണ്ട്, പിന്നെ ആയിരിക്കും, പിന്നെ താങ്ക്സ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രിങ് ആക്ഷൻ. അതൊന്നും കണ്ടില്ലല്ലോ. എന്നോടെല്ലാം ഇവള് ഫുള്ള് ഭയങ്കര വർത്താനമായിരിക്കും ഇവള്. അതെ, എനിക്ക് ആലോചിക്കാൻ പറ്റണില്ല. ദ്യുതിക്കുട്ടി അങ്ങനെയൊക്കെ സംസാരിക്കോ? നല്ലോണം സംസാരിക്കും ഇവള്. ഫ്ലോറിലില്ല പോലെയല്ല. നിങ്ങൾ രണ്ടാളും ഏറ്റവും കൂടുതൽ എന്തിനെ പറ്റിയാ മിണ്ട? നമ്മ കൂടുതലും പാട്ടിനെ പറ്റിയാണ്. പാട്ടിനെ പറ്റി തന്നെ അല്ല, വേറെന്തെങ്കിലും പറ്റി? എന്ത് പറ്റി ഏറ്റവും കൂടുതൽ ജഗത്തേട്ടനോട് മിണ്ടുന്ന എന്നാത്തിനെ പറ്റിയാ? എന്നുവെച്ചാ ഫുഡാണോ അതോ കാർട്ടൂൺ ആണോ എന്തെങ്കിലും കളിക്കുന്നതിനെ പറ്റിയാണോ? കളിക്കുന്നതിനെ പറ്റി ആയിരിക്കും. ആണോ? അതെ. ജഗത്തേട്ടൻ കേട്ടോ ഈ പാട്ട്? ഏത് പാടാൻ പോകുന്നു ഇപ്രാവശ്യം? ഇവളെ പാട്ട് ഞാനും കൂടി കേൾക്കാൻ വിചാരിച്ചു. ജഗത്തേട്ടൻ പഠിപ്പിക്കാറുണ്ടോ? പഠിപ്പിക്കാറില്ല, കുറച്ച് മറ്റേ ഒരു ക്ലാസ്സിലിരുന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം വീഡിയോയില്. പ്രൊഫൈൽ. അതുപോലെ അനിയത്തെ പഠിപ്പിക്കാറുണ്ടോ? പഠിപ്പിക്കാറില്ല. ഞാൻ ഇവള് എനിക്ക് പാടിത്തന്നാൽ ഞാൻ കുറച്ചെല്ലാം കറക്റ്റ് ചെയ്തു. അപ്പൊ ഇന്ന് ദ്യുതി പാടാൻ പോകുന്ന പാട്ട് ഏതാ? മേലെ പൂമല. പാട്ട്. താഴെ മേലെ പൂമല, താഴെ എന്താ? പിന്നെയും താഴെ നോക്ക. താഴെ തേനല കാറ്റേവ. അപ്പൊ പാലപ്പും കന്നിക്ക് പളുങ്ക് കോർക്കും നിലാവിൽ മഞ്ചലിൽ അപ്പൊ ഡീറ്റെയിൽസ് പറഞ്ഞേ. ഫിലിം മദനോത്സവം. പാടിയത് യേശുദാസ് സാറും സബിത ചൗധരി മാമും. മ്യൂസിക് ഡയറക്ടർ സലിൽ ചൗധരി. സലിൽ ചൗധരി സാറും. പിന്നെ ലിറിക്സ് ONV കുറുപ്പ് സാർ. പിന്നെ കഴിഞ്ഞു. വർഷം 1978. വെരി ഗുഡ്. അപ്പൊ ഏട്ടാ ഇവിടെ വന്നിരുന്നോളൂ. ഓൾ ദി ബെസ്റ്റ് പറടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മേലെ പൂമല താഴെ തേനല കാറ്റേവാ പാലപ്പൂ കന്നിക്ക് പളുങ്കു കോർക്കും നിലാവിൻ മഞ്ചലിൽ കാറ്റേവാ നിവാ നിവാ മേലെ പൂമല താഴെ തേനല കാറ്റേവാ പാലപ്പൂ കന്നിക്ക് പളുങ്കു കോർക്കും നിലാവിൻ മഞ്ചലിൽ കാറ്റേവാ നിവാ നിവാ കളിപ്പൂചുടി കളിയോടം തുഴഞ്ഞു നീ അരികിൽ വാ വെളിപ്പെട്ടു വേണ്ടേ താളമേളം വേണ്ടേ വേണ്ടേ സൂര്യകാന്തി മലത്താലി വേണ്ടേ കണിപ്പൂവ് ചുടി കളിയോടം തുഴഞ്ഞു നീ അരികിൽ വാ വെളിപ്പെട്ടു വേണ്ടേ താളമേളം വേണ്ടേ വേണ്ടേ സൂര്യകാന്തി മലത്താലി വേണ്ടേ കൺമണി പാടു പാടു നീ ചിങ്ങക്കട്ടി നിവാ 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 മേലെ പൂമല താഴെ തേനല കാറ്റേവാ പാലപ്പൂ കന്നിക്ക് പളുങ്കു കോർക്കും നിലാവിൻ മഞ്ചലിൽ കാറ്റേവാ നിവാ നിവാ മുടി പീലിച്ചുടും മുളങ്കാടിന്റെ കിങ്ങിണി കുടലുമായി കലപ്പൊലി വേണ്ടേ താളവൃന്ദം വേണ്ടേ വേണ്ടേ പൂവ് തേടി തേടി പാടും കഥേ മുടി പീലിച്ചുടും മുളങ്കാടിന്റെ കിങ്ങിണി കുടലുമായി കലപ്പൊലി വേണ്ടേ താളവൃന്ദം വേണ്ടേ വേണ്ടേ പൂവ് തേടി തേടി പാടും കഥേ കൺമണി പാടു പാടു നീ ചിങ്ങക്കട്ടി നിവാ 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 മേലെ പൂമല താഴെ തേനല കാറ്റേവാ പാലപ്പൂ കന്നിക്ക് പളുങ്കു കോർക്കും നിലാവിൻ മഞ്ചലിൽ കാറ്റേവാ നിവാ നിവാ നീവാ 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 പറഞ്ഞില്ലേ? എനിക്കൂടാ എന്തോ നമ്മൾ ക്ലാസ്മേറ്റ്സ് ആണേ. ഓ ആണോ ആ 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ആണോ? Same 3A class. 3A 3B 3C ഡിവിഷൻ ഒന്നും ഇല്ല. ഒരേ class. നമ്മൾ തമ്മിൽ ഒരു ഡിവിഷനും ഇല്ല. ആണോ? ഒറ്റ ക്ലാസ് ഒറ്റ ക്ലാസ്. അത് ശരി, ഒറ്റ വേറെ വേറെ ക്ലാസ്. ബെഞ്ചിലാ അടുത്ത് വന്നിരിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചത്. വിളിച്ചത്. ഓ അയ്യോ എങ്ങനെ പാടിയല്ലേ മീൻകുട്ടാ? അതെ ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുമോ? പറ്റും. ആ, ആയിരിക്കും. പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിൽ വിചാരിച്ചാൽ പറ്റും. പറ്റും Yes. ആർക്ക് പറ്റും? അമ്കുട്ടിക്ക് പറ്റും. പറ്റും. പറ്റിച്ചേ. ഇങ്ങനെയാണോ? ആയിരിക്കും. ആയിരിക്കും. ചിലപ്പോ പറ്റിച്ചതായിരിക്കും. ആയിരിക്കും. ആദ്യത്തെ ആ. അമ്മയൊന്ന് പഠിക്കപ്പിക്കോ? ആഹാ ആഹാ അരേ വാ. ആ. സബാഷ്. യെസ്. അതില്ലേ അവസാനല്ലേ അഗരിത പഗരിത അതെ 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 അതെ. അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. അതെ, വളരെ ഡിഫിക്കൽട്ട് ആണ്. ഡിഫിക്കൽട്ട് ആണ് അത് പാടാൻ. അതെ അതെ അത് അതെ പാടി. അതെ. വെരി ഗുഡ് വെരി ഗുഡ്. എന്ത് രസം അത് കേൾക്കാൻ. അത് ഭയങ്കര രസമാണ്. അതുപോലെ ഈ ബീജിയം കഴിഞ്ഞിട്ട് കണി പൂവ് ചൊടി അത് കറക്റ്റ് correct താളത്തിലാ. അന്ന് പഠിക്കേ 1 2 3
കണിപ്പൂവ് ചൂടി കളിയോടം തുടഞ്ഞു നീ അരികിൽ വാ വെളിപ്പെട്ടു വേണ്ടേ താളമേളം വേണ്ടേ വേണ്ടേ സൂര്യകാന്തി മല താലി വേണ്ടേ കണിപ്പൂവ് ചൂടി. സബാഷ്. വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിലേക്ക് അതിന് മുകളിലേക്ക് പോണത് കണക്ട് ചെയ്ത് മുകളിലേക്ക് കൺമണി. ഹൃദയം കൊടുത്തേ. ആ മുടി പിരിചൂടും മുളങ്കാടിന്റെ കിങ്ങിണി കുഴലുമായി തലപൊലി വേണ്ടേ താളവൃന്ദം വേണ്ടേ വേണ്ടേ പൂവ് തേടി തേടി പാടും കഥേ കൺമണി പാടു പാടു നീ ചിങ്ങക്കഥേ നീ വാ നീ വാ നീ വാ മേലെ പൂമല താഴെ തേനല കാറ്റേ വാ പാടപ്പൂങ്കന്നിക്ക് പഴങ്കാക്കും നിലാവിൻ മഞ്ചലേ കാറ്റേ വാ നീ വാ നീ വാ. സെലക്ഷൻ അല്ലേ? അതെ 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 അതെ. യുദ്ധിക്കുട്ടിക്ക് പറ്റിയ അതും ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുരുന്ന്. അല്ല, എനിക്ക് നമ്മുടെ ഓഡിയൻസിന്റെ അടുത്താണ് പറയുന്നത്, എന്തൊരു അത്ഭുതമാണല്ലേ ഈ പാട്ടൊക്കെ. വളരെ മെച്ചോർഡ് ആയിട്ടുള്ള പാട്ടുകാർക്ക് പോലും ഡിഫിക്കൽട്ട് ആണ്. അതെ അതെ അതെ. കറക്റ്റ് താളത്തില് പാടാനൊക്കെ. അതെ അതെ. ONV സാറാണ് എഴുതിയിരിക്കുന്നത്. ഈ പടു പാടു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പടു പടു പാടു 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 ട്യൂണിലായപ്പോ പടു പാടു എന്നായി പോയി. അങ്ങനെയാ, പാടു പാടു നീ ചിങ്ങക്കാറ്റേതാ. കാറ്റേ. അതുപോലെ കാറ്റേ വാ നീ വാ നീ വാ എന്നല്ലാതെ ട്യൂണ് കാറ്റടാ നീടാ നീടാ എന്നൊന്നും അതെ അതെ കാറ്റേ വാ നീ വാ നീ വാ അങ്ങനെ ഏതാണ്? ഈ സിനിമ മദനോത്സവം അല്ലേ? അതെ. മദനോത്സവം. വേറെ പാട്ട് എനിക്ക് ഓർമ്മ വരുന്നത്, നീ മായും നീലാവോ എൻ ജീവന്റെ കണ്ണീരോ കണ്ണീരോ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സാഗരമേ, അത് പഠിക്കേ. സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ ചൈത്രദിനവധു പോകയാൻ ദൂരെ യാത്രാ മൊഴിയുമാ സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ ചൈത്രദിനവധു പോകയായി ദൂരെ യാത്രാ മൊഴിയുമാ സാഗരമേ ശാന്തമാകനീ. എന്ത് രസത്തിലാ പാടുന്നേ. താങ്ക് യു. താങ്ക് യു. നല്ല നല്ല എന്താ പറയാ, ആ അനുപല്ലവും ചരണമൊക്കെ ആ സ്പീഡിൽ ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ ചില്ലറ പടിയൊന്നും അല്ല. അതൊക്കെ നല്ല അടിപൊളിയായി പാടി കേട്ടോ. താങ്ക് യു. താങ്ക് യു. നല്ല ഭംഗിയുണ്ട് കാണാനും പാട്ട് കേൾക്കാനും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? എന്തായിരിക്കും അറിയില്ല. എനിക്ക് ആ ആദ്യം പാടിയ ആ ഓഹോ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഭയങ്കര രസമായിരുന്നു അത്. താങ്ക് യു. താങ്ക് യു. മിടുക്കിയാണേ നമ്മളെ. താങ്ക് യു. പിന്നെ ആ ഉള്ളില് ഒരു ഡാൻസ് ഉണ്ട്, അത് ഇങ്ങനെ വരുന്നുണ്ട് ഇടയ്ക്ക്. ഋതത്തിന്റെ ഒരു ഡാൻസ് ഇങ്ങനെ വരുന്നുണ്ട്. അതൊരു വളരെ നല്ലൊരു ആർട്ടിസ്റ്റ്. അച്ഛനും അമ്മയും അറിയാൻ വേണ്ടി പറയാ, നല്ലൊരു ആർട്ടിസ്റ്റിന്റെ ഒരു മനസ്സാണ് അത്. സെൻസിറ്റിവിറ്റിയാണ് അത്. പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല അത്. ജന്മനാൽ തന്നെ നമുക്ക് കിട്ടണം അല്ലേ? തീർച്ചയായിട്ടും. ദ്യുതിക്കുട്ടി ഇപ്പൊ ശരിക്കും വൈദ്യുതി കുട്ടിയായി. ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോ ശരിക്കും വൈദ്യുതിയാണ് നമ്മുടെ ശരീരത്തിലൂടെ പ്രവഹിച്ചത്. ടോപ്പ് സിംഗറിന്റെ വൈദ്യുതിയാണ് കേട്ടോ. ഭാവിയിലെ വളരെ തിരക്കുള്ള ഒരു ഗായികയായിട്ട് മാറാൻ പോകും നമ്മുടെ ദ്യുതിക്കുട്ടി. ഉറപ്പല്ലേ? 100%. മിടുക്കിയാണ്. ചേട്ടൻ എന്താ ഭയങ്കര പ്രൗഡായിരിക്കുന്നുണ്ടല്ലോ അവിടെ. അതെ. ചേട്ടൻ എന്തെങ്കിലും ഒന്ന് പറയാമോ നമ്മുടെ അടുത്ത്? ചേട്ടൻ എന്താ പറയാനുള്ളത്? എന്ത് തോന്നി? എനിക്ക് ഇവള് പാടിയ നല്ല ഇഷ്ടായി. പിന്നെ ഞാനിവിടെ പാട്ട് കാണാൻ വരുമ്പോ ഇവക്ക് 100ഉം കിട്ടാറുണ്ട്.
പ്രതീക്ഷയിലാവും വന്നിരിക്കുന്നേ. അപ്പൊ 100 കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കൂടെ വന്നത്. അതല്ല, ഞാൻ വന്നു. അന്നേരം ഒരു പ്രതീക്ഷയുണ്ട്. അല്ല ജഗത്തേട്ടന് എത്ര മാർക്ക് കൊടുക്കും? ജഗത്തേട്ടന് എത്ര മാർക്ക് കൊടുക്കും? ഞാൻ 100 എടുക്കും. 100 കൊടുക്കും. നമുക്ക് ഇന്ന് മാർക്ക് പറയാൻ പോകുന്നത് ജഗത്താണ് കേട്ടോ. ഇന്ന് ജഗത്ത മാർക്ക് പറയാൻ അപ്പൊ പോകുന്നത്. ജഗത്തെ ദ്യുതിക്കുട്ടി അങ്ങോട്ട് പോ. ദ്യുതി ഇങ്ങനെ നോക്കേ. ഏട്ടന്റെ അനിയത്തിയും കൂടെ സ്റ്റേജിലേക്ക് പൊക്കോ. ഏട്ടന്റെ അനിയത്തിയും കൂടെ അങ്ങോട്ട് പോട്ടെ. അപ്പൊ മാർക്ക് പറയോ ചേട്ടൻ? പറയുമായിരിക്കും. പറയും. അപ്പം ജഡ്ജസ് പറയുന്ന സെയിം മാർക്ക് ആയിരിക്കുമോ? ആയിരിക്കും. ജഗത്തെ ആ കാച്ചിക്കോ? കാച്ച്. പറഞ്ഞോ. ഒരലക്കാലക്ക്. അപ്പൊ ദ്യുതിക്കുട്ടിക്ക് ഇന്നത്തെ മാർക്ക് 100 ഔട്ട് ഓഫ് 100. മേലെ പൂമല ജഗൻകുട്ടാ പോരെ. തേനല കാട്ടേവാ പാലപ്പൂ കഞ്ഞിക്ക് പളുങ്കു കോർക്കും നിലാവിൻ മഞ്ചലിൽ. ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ അംകുട്ടിയാണ്. അപ്പൊ ജഗത്തേട്ടന് പേടിച്ചോളൂ. നമ്മുടെ ദ്യുതിക്കുട്ടിക്ക് വിലീവായിട്ട് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. കാട്ടേവാ പാലപ്പൂ ഹാപ്പി അല്ലേ ദ്യുതിക്കുട്ട? കോർക്കും നിലാവിൻ ഓക്കെ. ബൈ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. കാട്ടേവാ